നിങ്ങൾക്ക് ഞങ്ങളുടെ കഥകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആ ബെൽ ഐക്കണും അമർത്തിക്കോളൂ. മുംബൈ നഗരത്തിലേക്ക് ഞാൻ പഠിപ്പ് മുഴുമിപ്പിക്കാനായി പോയിരുന്നു. അവിടെ പേയിങ് ഗസ്റ്റായി എന്റെ ഒപ്പം ശോഭ എന്ന പെൺകുട്ടിയും താമസിച്ചുകൊണ്ടിരുന്നു. കുറച്ചു ദിവസം വരെ ഞങ്ങൾ തമ്മിൽ ഒന്നും ശരിയായില്ല. പക്ഷേ മെല്ലെ മെല്ലെ ഞങ്ങൾ രണ്ടുപേരും വളരെ നല്ല ഫ്രണ്ട്സായി. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഏത് അളവിൽ ഉണ്ടായിരുന്നു എന്നോ ഞങ്ങൾ പരസ്പരം ഒരാളില്ലാതെ മറ്റൊരാൾ ഇരിക്കുന്നത് ആലോചിച്ചതേയില്ല. സെക്കൻഡ് ഇയർ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒരു മാസത്തിന് ലീവ് ഉണ്ടായിരുന്നു. ആ ലീവിൽ അച്ഛനും അമ്മയും എന്നെ ഗ്രാമത്തിലേക്ക് വിളിച്ചു. ഞാൻ ആ കാര്യം ശോഭയോട് പറഞ്ഞു. കുറച്ചു ദിവസം വരെ ഞാൻ ഗ്രാമത്തിലേക്ക് പോയേ തീരൂ. അത് കേട്ട് ശോഭ പറഞ്ഞു, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഇരിക്കും? അപ്പൊ നീയും വാ, എന്റെ ഒപ്പം നന്നായി എൻജോയ് ചെയ്യേ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ശോഭയുടെ ഫോണും റിംഗ് ആയി. അവളുടെ അമ്മയോട് അവൾ സംസാരിച്ചതിനു ശേഷം പറഞ്ഞു അവളുടെ അച്ഛനമ്മയെ ഗ്രാമത്തിലേക്ക് വിളിക്കുന്നു എന്ന്. അതിനുശേഷം അന്ന് വൈകുന്നേരം രണ്ടുപേരും ഷോപ്പിങ്ങിലേക്ക് പോയി. ഞങ്ങൾ രണ്ടുപേരും ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നതിൽ ബിസി ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് ശോഭ ഒരു പയ്യന്റെ ഒപ്പം നിൽക്കുന്നത് ഞാൻ കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞ് ശോഭന്റെ അടുത്ത് വന്നതും ഞാൻ ആ പയ്യനെ കുറിച്ച് അവളോട് ചോദിച്ചു. ശോഭ അപ്പൊ ചിരിച്ചുകൊണ്ടേ പറഞ്ഞു ആ പയ്യന്റെ പേര് റിതേഷ്. അവർ രണ്ടുപേരും പരസ്പരം പ്രണയിക്കുന്നുവെന്ന്. അത് കേട്ട് ഞാൻ ശോഭയോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇതെന്നോട് ആദ്യം പറയാഞ്ഞതെന്ന്. ഞാനെന്താ കരുതിയെങ്കിൽ മെല്ലെ മെല്ലെ റിതേഷിനെ കൊണ്ടുവന്ന് എന്നോട് സംസാരിക്കാൻ. പക്ഷെ ഇപ്പൊ തന്നെ നീ അറിഞ്ഞു. ഇത്ര പെട്ടെന്ന് നീ അറിയുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. നീ നിന്റെ ഗ്രാമത്തിൽ പോയിട്ട് വാ, അതിനുശേഷം അവനെ മീറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് പോയി. ഞാൻ ഗ്രാമത്തിലേക്ക് പോയപ്പോഴാണ് എന്റെ കല്യാണത്തിനെ കുറിച്ച് വീട്ടിൽ സംസാരിച്ചത്. അമ്മ എന്റെ അടുത്തേക്ക് വന്നു. മനോജ് എന്ന പയ്യന്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു പറഞ്ഞു, ഈ പയ്യനാണ് നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി നോക്കിയത് എന്ന്. പക്ഷെ ഞാൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ട് അമ്മ പറഞ്ഞു, നിനക്ക് നിന്റെ അച്ഛനെ കുറിച്ച് നന്നായി അറിയില്ലേ, അദ്ദേഹം എന്ത് പറയുമെന്ന്. ഇപ്പൊ നീ കല്യാണം കഴിച്ചില്ലെങ്കിലും എപ്പോഴായാലും കല്യാണം കഴിക്കണ്ടേ. ആ പയ്യൻ എന്താ കുറവ്? നന്നായി പഠിച്ചിട്ടുണ്ട്, അതുമല്ലാതെ മുംബൈയിലാ ജീവിക്കുന്നത്. എനിക്കെന്ത് പറയണമെന്നേ മനസ്സിലായില്ല. ഞാൻ എന്താ ചെയ്യുക? പക്ഷെ അച്ഛനെതിരെ സംസാരിക്കുന്നതിന്റെ ധൈര്യം ഞങ്ങളുടെ വീട്ടിൽ ആർക്കുമില്ല. അവസാനം എനിക്ക് മനോജിന് കല്യാണം തന്നെ നടന്നു. അതിനുശേഷം ഗ്രാമത്തിൽ ജീവിക്കുന്നത് എനിക്ക് നന്നായി മനസ്സിലായി. എന്റെ പഠിപ്പും അവർ നിർത്തി. ഞാൻ ഒരുപാട് തവണ ഗ്രാമത്തിൽ നിന്ന് ശോഭയെ വിളിച്ചു. പക്ഷെ അവളുടെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. എനിക്ക് ശോഭയുടെ ഓർമ്മ വന്നുകൊണ്ടേയിരുന്നു. എല്ലാത്തിനെ കുറിച്ച് അവളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അവളുടെ നമ്പർ എടുക്കുന്നേയില്ല. പല മാസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം ഞാൻ മനോജിനോടൊപ്പം മുംബൈയിലേക്ക് പോയി. മനോജിന്റെ വീട്ടിൽ എനിക്കും അദ്ദേഹത്തിനും ആദ്യ രാത്രി. മുറിയിൽ ഞാനും മനോജും മാത്രമായിരുന്നു. മനോജിന്റെ അടുത്തേക്ക് വന്നു. ഞാൻ അദ്ദേഹത്തെ നോക്കി നാണിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പെട്ടെന്ന് ആരോ കരയുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ പേടിച്ച് ബെഡിൽ അങ്ങനെ ഇരുന്നു. ഞാൻ മനോജിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരൊരാൾ കരയുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? മനോജ് അതിന് ഉത്തരമൊന്നും നൽകിയില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ടിരുന്നു. എനിക്ക് എന്താണെന്നേ മനസ്സിലായില്ല. അടുത്ത ദിവസം രാവിലെ മനോജ് ഓഫീസിലേക്ക് പോയി. ഞാൻ വീട് വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ കട്ടിലിനടിയിൽ അടിച്ചു വരുമ്പോൾ എനിക്ക് അവിടെ ഒരു ജിമിക്ക് കിട്ടി. ആ ജിമിക്ക് ഞാൻ എടുത്തു നോക്കി. ഞാൻ ആദ്യമേ കണ്ട് പരിചയപ്പെട്ട് ജിമിക്ക് പോലെ ഉണ്ടായിരുന്നു. എനിക്ക് വീട്ടുപണി ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ജിമിക്ക് ഞാൻ ടേബിളിൽ വെച്ച് വീട്ടിലെ പണികൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഉച്ച സമയത്ത് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ തോന്നി. എന്തോ ഒരു രൂപം എന്റെ പുറകെ നിൽക്കുന്നെന്ന്. ഉടനെ ഞാൻ പേടിച്ച് തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ട് വന്നു. അപ്പൊ ഞാൻ അലമാര തുറന്നു നോക്കിയപ്പോൾ അലമാരയിൽ ഒരു രൂപമുണ്ടായിരുന്നു. ഞാൻ മുറിയിൽ നിന്ന് ബഹളം വെച്ച് പുറത്തേക്കോടി. വൈകുന്നേരം മനോജ് വീട്ടിൽ വന്നതും സംഭവിച്ചതെല്ലാം പറഞ്ഞു. അത് കേട്ട് മനോജ് ചിരിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. അതിനുശേഷം ഞാൻ വേറെന്തോ പറഞ്ഞുകൊണ്ട് മനോജിന് എന്റെ ഫ്രണ്ട് ശോഭയുടെ ഫോട്ടോ കാണിച്ച് അവളെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുമ്പോഴേ മനോജിന് ഉറക്കം വന്നു. അദ്ദേഹം ഉറങ്ങാൻ ചെന്നു. എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ കണ്ണടച്ചു കിടന്നു. അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നി എന്റെ മേലാരോ കിടക്കുന്നത് പോലെ. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ മനോജ് ഓഫീസിലേക്ക് പോയി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു.
അപ്പൊ എനിക്ക് ശോഭയുടെ ഓർമ്മ വന്നു. ഒരുപക്ഷെ ശോഭ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അവളോട് സംഭവിക്കുന്നതെല്ലാം പറയാമെന്ന്. അപ്പൊ ആരോ എന്റെ പേര് പറഞ്ഞ് വിളിച്ചു. എനിക്ക് മുക്തി വേണം, ഈ ശപിക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് എനിക്ക് മുക്തി വേണം. അത് കേട്ട് ഞാൻ ഒരുപാട് പേടിച്ചു. ഞാൻ എന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടുമ്പോൾ എല്ലാ വാതിലുകളും തന്നെ അടഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഒരു രൂപം എന്റെ മുന്നിൽ വന്നു നിന്നു. വാണി, പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അത് കേട്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. ആരാ നീ? നിനക്ക് എന്റെ പേര് എങ്ങനെ അറിയാം? അത് കേട്ട ആ രൂപം എന്റെ അടുത്ത് വന്നു. ആ രൂപം കണ്ട് ഞാൻ ഒരുപാട് ഷോക്കായി. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സാധ്യം? ശോഭ, നീ ഒരു രൂപമോ? പക്ഷെ എങ്ങനെ? അത് കേട്ട് ശോഭയുടെ ആ രൂപം കരയാൻ തുടങ്ങി. കുറച്ചു നേരത്തിന് ശേഷം അതെന്ത് പറഞ്ഞു എന്നോ? ഒരു ദിവസം എന്റെ ബോയ്ഫ്രണ്ട് അടുത്ത് നിന്ന് എനിക്ക് കോള് വന്നു. അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞു. നീ നാട്ടിലേക്ക് പോയതിനു ശേഷം ഞാൻ അവനെ കാണാൻ ചെന്നു. അല്ലെങ്കിൽ ഇരുട്ടായി. ഞാൻ വണ്ടി വേഗത്തിൽ ഓടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഒരു സ്ത്രീ എന്റെ വണ്ടിക്ക് മുന്നിൽ വന്നു നിന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പൊ ആ പെൺകുട്ടി എന്നെ നോക്കി പറഞ്ഞു, നീ കാരണം ഞാൻ എന്റെ പ്രണയം വിട്ട് ഒരുപാട് ദൂരമായെന്ന്. നീ ചെയ്ത തെറ്റുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ കഷ്ടമെന്നും ഞാൻ നിനക്ക് ശാപം നൽകുന്നു. നീ ഒരു ശപിക്കപ്പെട്ട ആത്മാവായി ചുറ്റിക്കൊണ്ടിരിക്കണമെന്ന്. നിന്റെ പ്രണയവും നിന്നെ വിട്ട് ദൂരേക്ക് പോകും. അങ്ങനെ പറഞ്ഞവൾ മരിച്ചുപോയി. അതിനുശേഷം ഞാൻ റിതേഷിനെ കാണാൻ അവന്റെ മുറിയിൽ ചെന്നു. അവനോട് ഞാൻ സംഭവിച്ചതെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൾ ചെയ്തത് നന്നായി. അവൾ ശരിയായ കാര്യമാണ് ചെയ്തത്. നിന്റെ ഈ സ്നേഹം എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. നീ എന്താ പറയുന്നത്? നിന്നെ പോലൊരു പെൺകുട്ടിയൊന്നും ഞാൻ കല്യാണം കഴിക്കില്ല. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റി? നീ കല്യാണത്തിന് മുൻപ് തന്നെ നിന്റെ മാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇതിനു മുൻപേ എത്ര ചെക്കന്മാരോട് നീ ഇടപഴകിയോ ആവോ? അത് കേട്ട് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. ഞാൻ എല്ലാവരോടും പറയും നീ എന്നോട് എങ്ങനെ പെരുമാറിയതെന്ന്. അത് കേട്ട് അവൻ അവിടെ എന്നെ കൊന്നുകളഞ്ഞു. ഇതാ ഇവിടെ എന്നെ കുഴിച്ചിട്ടത്. ആ പെൺകുട്ടിയുടെ ശാപം ഇതാ ഈ രൂപമായി ഞാൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം കേട്ട് ഞാൻ വളരെ ഷോക്കായി. ഞാൻ അവളോട് ചോദിച്ചു, റിതേഷ് എവിടെയാണ്? ഇങ്ങനെ ചെയ്തെങ്ങനെ സമാധാനത്തിൽ ജീവിക്കുന്നത്? പറ, ഞാൻ അവന് ശിക്ഷ നൽകാം. എന്നെ കൊന്നത് വേറെ ആരുമല്ല, അത് നിന്റെ ഭർത്താവാ. ഇല്ല, അങ്ങനെ ആയിരിക്കില്ല. അതിനുശേഷം ശോഭ അവളും മനോജും എടുത്ത ഫോട്ടോ കാണിച്ചു. അവനെ കുറിച്ച് പറഞ്ഞു. അവൻ എങ്ങനെ പെൺകുട്ടികളെ പറ്റിച്ച് എല്ലാവരെയും കല്യാണം കഴിക്കുന്ന കാര്യം. അതിനുശേഷം അവന് സാഹചര്യം കിട്ടിയതും അവരെ കൊന്നുകളയും. അത് കേട്ട് ഞാൻ ശരിക്കും വളരെ പേടിച്ചു പോയി. അപ്പോഴാണ് മനോജ് വീട്ടിൽ വന്നത്. അവനോട് ശോഭയും മനോജുമുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു. ഉടനെ അവൻ എന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാനായി തുടങ്ങി. അവൻ പറഞ്ഞു, അവസാനം ഞാൻ ആരാണെന്ന് നിനക്കും മനസ്സിലായോ? അപ്പൊ നീയും എല്ലാരെ പോലെ മരിക്കാൻ പോകുന്നു. അപ്പൊ ശോഭയുടെ ആത്മാവ് അവിടെ വന്നു. ദേഷ്യത്തിൽ മനോജിനെ വലിച്ച് ദൂരേക്കെറിഞ്ഞു. അപ്പോ മനോജ് പറഞ്ഞു, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഒരു ശപിക്കപ്പെട്ട ആത്മാവല്ലേ? അങ്ങനെ പറഞ്ഞു മനോജന്റെ അടുത്ത് വന്ന് വീണ്ടും എന്റെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. അപ്പൊ മറ്റൊരു ആത്മാവ് അവിടെ വന്നു. അത് ഉറക്കെ ബാളം വെച്ചെന്നോട് പറഞ്ഞു, വിട് അവളെ. അത് കണ്ട് ശോഭയുടെ ആത്മാവും ഞാനും ആശ്ചര്യപ്പെട്ടു. അപ്പൊ ശോഭാത്മാ പറഞ്ഞു, നീയല്ലേ എനിക്ക് ശാപം നൽകിയത്? നീ കാരണമല്ലേ ഞാൻ ഇതാ ഈ ശാപം പിടിച്ച ആത്മാവായി ചുറ്റുന്നത്? നീ ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? അപ്പ ആ രൂപം പറഞ്ഞു, അതിന്റെ പേര് നീത്ത. അന്ന് ഞാൻ എന്റെ കാമുകനെ കാണാനാണ് പോയിക്കൊണ്ടിരുന്നത്. അത് വേറെ ആരുമല്ല, മനോജാണ്. അന്ന് രാത്രി അവൻ എന്നെ കൊല്ലാൻ നോക്കി. ഞാൻ അതിനു മുന്നേ ശോഭയുടെ കാറിൽ ആക്സിഡന്റ് ആയി. അങ്ങനെ പറഞ്ഞ ആത്മാവ് അതിന്റെ നീളമായ നഖം കൊണ്ട് മനോജിന്റെ ശരീരത്തിൽ മാന്തിക്കൊന്നു. ശോഭയുടെ ശാപത്തിൽ നിന്ന് അതിന് വിമുക്തി കിട്ടി. മനോജ് മരിച്ചതും നീതിയുടെ ആത്മാവിന് മുക്തി കിട്ടി. അത് എന്നേക്കുമായി ഈ ലോകം വിട്ട് പരലോകത്തേക്ക് ചെന്നു. കുറച്ചു ദിവസത്തിന് ശേഷം ഞാൻ അറിഞ്ഞത് മനോജിന്റെ കുഞ്ഞിന്റെ വയറ്റിൽ വളരുന്നു എന്ന്. അതൊക്കെ നടന്ന് ഇപ്പൊ 5 വർഷമായി. എന്റെ മകൾ നൈന എപ്പോഴൊക്കെ അവളുടെ അച്ഛനെ കുറിച്ചൊക്കെ ചോദിക്കുന്നു, അപ്പോഴൊക്കെ അന്നത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയിൽ വരും. നിങ്ങൾക്ക് ഞങ്ങളുടെ കഥകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആ ബെൽ ഐക്കണും അമർത്തിക്കോളൂ.